ബി.ജെ.പിക്ക് ഇന്ന് തിരിച്ചടികളുടെ ദിവസമാണ്. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട ബി.ജെ.പി നേതാവിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ മതിയായ തെളിവുകളുണ്ട് എന്ന് വിധിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു കോടതി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗുസ്തി താരങ്ങളെ ലൈംഗികമായ അതിക്രമത്തിന് വിധേയനാക്കിയെന്ന ആരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനും ബി.ജെ.പിയുടെ കൈസർഗഞ്ചിൽ നിന്നുള്ള എം.പിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെയാണ് ലൈംഗിക അതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ മതിയായ തെളിവുകളുണ്ട് എന്ന് ഡൽഹി കോടതി വിധിച്ചിരിക്കുന്നത്. ഇതോടെ ബ്രിജ്ഭൂഷണെതിരെ കായിക താരങ്ങളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയതിനും സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്യുമെന്നതാണ് ഏറ്റവും ഈ നിമിഷത്തിൽ പുറത്തു വരുന്ന വാർത്ത. നമുക്കറിയാവുന്ന പോലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ കായിക താരങ്ങൾ, അതും സാധാരണ കായിക താരങ്ങളല്ല, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മെഡലുകൾ വാരിക്കൂട്ടിയ സാക്ഷി മാലിക്കിനെയും വിനയ് ഫോഗാട്ടിനെയും പോലെയുള്ള കായിക താരങ്ങൾ ജന്തർ മന്ദറിൽ തെരുവിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനായിരുന്നു ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. ബ്രിജ്ഭൂഷണെ ചോദ്യം ചെയ്യാനോ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യാനോ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ തയ്യാറായി. തെരുവിൽ പോലീസ് സാക്ഷി മാലിക്കിനെ പോലെയുള്ള കായിക താരങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രിജ്ഭൂഷൺ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥികളിൽ ഒരാളായി പങ്കെടുക്കുകയായിരുന്നു. ഇത്രമാത്രം സംരക്ഷിക്കപ്പെടാം, ഇത്രമാത്രം ബി.ജെ.പി പൊതിഞ്ഞു പിടിക്കാൻ ആരാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന നേതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1957 ഗോണ്ടയിലായിരുന്നു ഇന്ന് 66 വയസ്സുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ജനനം. കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു അധോലോക ജീവിതം കൂടി, തൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഒരു അധോലോക ക്രിമിനൽ ജീവിതവും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആരംഭിച്ചിരുന്നു. രാം ജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെയാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 1990കളിൽ ഉത്തർപ്രദേശിൽ ശക്തമായ രാം ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവായിരുന്നു ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. 1990കളിൽ ബ്രിജ്ഭൂഷൺ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. അതിനുശേഷം 1991 ഗുണ്ടോങ്കി ഗുണ്ട എന്നും ബാഹുബലി എന്നും മാഫിയ കിങ് എന്നുമൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സ്വന്തം ജന്മനാടായ ഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തന്നെയായിരുന്നു. അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അത്തവണ വിജയിച്ചു കയറാൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനായി. തുടർന്ന് രാം ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബാബറി മസ്ജിദ് തകർക്കൽ കേസിലൊക്കെ ജയിലിലായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് 1996 താൻ ജയിലിലായിരിക്കുമ്പോൾ ഭാര്യ കേതകി ദേവിയെ ഇതേ ഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിച്ച ചരിത്രവുമുണ്ട്. അതിനുശേഷം 1999 ഇതേ ഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും വിജയം. 2004 ബി.ജെ.പി ബ്രിജ്ഭൂഷണെ ഗോണ്ടയിൽ നിന്നും ബൽറാംപൂരിലേക്ക് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇത് ബ്രിജ്ഭൂഷണ് മാത്രമല്ല, ബി.ജെ.പിക്കാണ് ശരിക്കും വലിയ തിരിച്ചടിയായി മാറിയത്. ബ്രിജ്ഭൂഷൺ ബൽറാംപൂരിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, ബ്രിജ്ഭൂഷന്റെ എതിർപ്പ് അവഗണിച്ച ഗോണ്ടയിൽ മത്സരിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു, തെരഞ്ഞെടുപ്പ് ദിവസം കൊല്ലപ്പെടുകയും ചെയ്തു. ആ കൊലപാതകത്തിന് പിന്നിലും ബ്രിജ്ഭൂഷന്റെ കരങ്ങളാണ് എന്ന ആരോപണം അന്നു മുതലേ ഉയർന്നിരുന്നു. പിന്നെ ഒരിക്കൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഞാനൊരു കൊലപാതകം മുൻപ് ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറഞ്ഞിരുന്ന ഒരു ബി.ജെ.പി നേതാവ് കൂടിയാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. അതിനുശേഷം 2008 ഒരു നിർണായക അവിശ്വാസ പ്രമേയത്തിൽ UPA സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ബി.ജെ.പി പുറത്താക്കുകയുണ്ടായി. എന്നാൽ 2009 SP ടിക്കറ്റിൽ ഇതേ കൈസർഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വീണ്ടും പാർലമെന്റിലെത്തി. 2013 അദ്ദേഹം വീണ്ടും ബി.ജെ.പിയിൽ എത്തുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യപ്രകാരമാണ് ബ്രിജ്ഭൂഷൺ ബി.ജെ.പിയിൽ എത്തിയത് എന്നായിരുന്നു അന്ന് പരന്ന വാർത്തകൾ. അതിനുശേഷം 2014 19 കൈസർഗഞ്ചിൽ നിന്നും വിജയം ആവർത്തിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും ബ്രിജ്ഭൂഷൺ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ബ്രിജ്ഭൂഷന്റെ മകനാണ് കൈസർഗഞ്ചിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി. കൈസർഗഞ്ച്, ബൽറാംപൂർ, ഗോണ്ട, അയോധ്യ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഒരു ഗുണ്ട നേതാവ് കൂടിയാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്.
അവിടുത്തെ 50ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഖാഡകളും നിയന്ത്രിക്കുന്നത് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ്. ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ് ബാബറി മസ്ജിദ് തകർക്കലിന് വേണ്ട ആളും അർത്ഥവും എത്തിച്ചു നൽകിയത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് BJP ഇത്ര വലിയ പ്രതിഷേധമുയർന്നിട്ടും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പൊതിഞ്ഞു പിടിക്കാനും സംരക്ഷിക്കാനും അവരുടെ പരമാവധി ശ്രമിച്ചത്. പക്ഷേ ഇന്ന് ഒരു ഡൽഹി കോടതിയിൽ നിന്നും നിർണായക വിധി വന്നിരിക്കുകയാണ്. ബ്രിജ്ഭൂഷണെതിരെ കോടതിയിലെത്തിയ 6 കായിക താരങ്ങൾക്കും ആശ്വാസം പകരുന്ന വിധിയാണെന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗിക അതിക്രമത്തിന് കേസ് നേരിട്ടേ മതിയാകൂ എന്നാണ് ഡൽഹി കോടതിയുടെ വിധി.